ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ വ്രതമാഹാത്മ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷ തൃതീയയാണ് അക്ഷയ തൃതീയയായി അറിയപ്പെടുന്നത്. യുഗങ്ങളിലെ ആദ്യ യുഗമായ സത്യയുഗം ആരംഭിച്ചത് ഈ ദിവസത്തിലാണെന്നും അതിനാൽ തന്നെ ഈ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം അക്ഷയമാണ് അഥവാ ക്ഷയിക്കാത്തതാണ് എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അതിനാൽ തന്നെ അക്ഷയ തൃതീയയുടെ മഹത്വം വളരെയേറെ വർദ്ധിക്കുന്നു. ഈ ദിവസത്തിൽ ചെയ്യപ്പെടുന്ന ജപം, ദാനം, ഹോമം, പിതൃതർപ്പണം മുതലായ പുണ്യകർമ്മങ്ങൾക്ക് വളരെയധികം ഫലപ്രാപ്തിയും ഐശ്വര്യദായകത്വവും ഉണ്ട്. വിഷ്ണുധർമ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ദിവസം ഉപവസിക്കുകയും മഹാവിഷ്ണുവിനെ അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും ചെയ്താൽ വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യുഗാദി തിഥികളിൽ നടത്തുന്ന ശ്രാദ്ധം പിതൃക്കൾക്ക് വളരെയധികം പ്രീതികരമായിരിക്കുന്നതുകൊണ്ട് ഈ ദിവസം ശ്രാദ്ധം മുതലായ പിതൃകർമ്മങ്ങൾക്കും ഉത്തമമാണ്. പണ്ടുകാലങ്ങളിൽ ബ്രാഹ്മണ ഇല്ലങ്ങളിലെ വിധവകളായ അന്തർജനങ്ങൾ ദാനകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ജലപാനം പോലും കഴിക്കുമായിരുന്നുള്ളൂ. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമൻ ജനിച്ചത് ഈ ദിവസത്തിലായതിനാൽ ഈ ദിവസം പരശുരാമന്റെ രൂപമുണ്ടാക്കി പൂജിക്കുന്ന ഒരു പതിവും ഉണ്ട്. അക്ഷയ തൃതീയ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളും നടത്താറുണ്ട്. സർവവിജ്ഞാനകോശത്തിൽ അക്ഷയ തൃതീയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തൃതികളിൽ അക്ഷയ തൃതീയ ഉൾപ്പെട്ടിരിക്കുന്നു. ദേവന്മാർക്ക് പോലും ഇത് വന്ദനീയമാണ് എന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ പുണ്യദിനത്തിൽ യവം കൊണ്ട് ഹവനം നടത്തുകയും വിഷ്ണുവിനെ അർച്ചിക്കുകയും ബ്രാഹ്മണാദികൾക്ക് ദാനം ചെയ്യുകയും ശിവൻ, ഭഗീരഥൻ, ഗംഗ, കൈലാസം മുതലായവയെ പൂജിക്കുകയും വേണമെന്ന് ബ്രഹ്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ല പുണ്യ ദിവസമായ അക്ഷയ തൃതീയ ദിവസം എന്തെങ്കിലും ഒരു വസ്തു വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കൂടുതലായി വർദ്ധിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. നമ്മളുടെ ഭാരതത്തിലും ഇത് പൊതുവെ ആചരിച്ചു വരുന്നുണ്ട്. ഈ ദിവസം ചെയ്യപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും ഇരട്ടിയിലധികം ഫലസാന്നിധ്യം ഉള്ളതായി അനുഭവപ്പെടുന്നു.